നമസ്കാരം. ഇന്നിവിടെ കാണിക്കാൻ പോണ വിഭവം ചിക്കൻ ടിക്കയാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. ഇത് ഫുൾ ചിക്കനാണ്. ശരിക്കും നല്ലത് ബോൺലെസ് ചിക്കൻ എടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇത് പുരട്ടിയെടുക്കണം. അതിന് 1.5 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ 3 ടീസ്പൂണ് നാരങ്ങ കേട്ടോ, നാരങ്ങ പിഴിഞ്ഞത്. ഇനി നമ്മൾ നന്നായിട്ട് ഇതിൽ പുരട്ടി കൊടുക്കണം. ഇതിലൊക്കെ എല്ലായിടത്തും നന്നായിട്ട് ചിക്കൻ്റെ മേലെയൊക്കെ ഈ മസാലകളൊക്കെ വരണം. എന്നിട്ട് നമ്മൾ 15 to 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ 20 മിനിറ്റ് റെസ്റ്റ് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് വേറെ എന്താ പറയുക 1.5 കപ്പ് തൈരാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ഒന്നര കപ്പ് തൈര്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1.5 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 2.5 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ നമ്മുടെ കടലമാവ് കേട്ടോ, 3 ടീസ്പൂൺ കസൂരി മേത്തിയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 6 ടീസ്പൂണ് വെളിച്ചെണ്ണ. ഇനി നമ്മളിതൊന്ന് നന്നായി ഇളക്കി ചേർക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിലെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിനിമം ഒരു അരമണിക്കൂർ, അല്ലാന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂറായാൽ അത്രയും ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഇതാ നല്ലോണം അരപ്പ് ഇതിൻ്റെ മുകളിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിവിടെ അത് വറക്കാനുള്ള ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച്, അല്ല 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായി ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെക്കുകയാണ് 5 മിനിറ്റ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് മറിച്ചിടാണ്. നമ്മളിത് 5 മിനിറ്റ് കൂടി അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞു. അപ്പോൾ അത് ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് നന്നായി വറ്റിയിട്ട് വരണം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായി ഡ്രൈ ആക്കി എടുക്കും. ഇപ്പോൾ ഇതാ ഇതൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗത്തിന് എടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അത് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഇനി ബാക്കിയുള്ളതും കൂടി വറുത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ, അതെ 2 ടേബിൾ സ്പൂണോളം ആയിക്കോട്ടെ, 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണം, ചെറുതാണ് കേട്ടോ, അധികം വലുപ്പമില്ല, കറുവാപ്പട്ടയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ചെറിയ കഷ്ണം കേട്ടോ. പിന്നെ 3 കരയാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ.
അതൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. കറുവാപ്പട്ടയും ഇതൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ചെറുതായി ആയി വന്നാൽ മതി. ഇന്ന് നമ്മളുള്ളത് 5 വലിയ സവാളയായിട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സവാള ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു 2.5 ടീസ്പൂണോളം ഉണ്ടാവും. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായി ചുവന്ന് വരണം കേട്ടോ. അപ്പോൾ അതായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഒരു 5 വലിയ തക്കാളി അടിച്ചു വെച്ചതാണ്. അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിത് നന്നായി ഒന്ന് ഇളക്കി വരട്ടേരാം. അപ്പോൾ നമ്മൾ ഒരു 1/2 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 3 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ജീരകപ്പൊടി. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറും വരെ ഇത് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിന് അടച്ച് വെക്കുകയാണ്. ഇത് നന്നായി തിളച്ച് വരണം. ഇത് മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീമാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിവിടെ നമ്മുടെ ചിക്കൻ ടിക്ക ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് ഗ്രേവി കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ചിക്കൻ ടിക്കയൊക്കെ ശരിയായി വന്നു. ഇപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.